Today we are going to discuss about Nernst equation, expression for EMF of a galvanic cell, relation between standard electrode potential of a cell and equilibrium constant, then relation between standard electrode potential of a cell and Gibbs free energy change. Okay. First one, Nernst equation. An equation relating standard electrode potential of a cell and electrode potential of a cell is called Nernst equation. ഇപ്പോൾ നമ്മളൊരു ജനറൽ ഇക്വേഷൻ എടുക്കുക. ഞാനവിടെ എഴുതിയിട്ടുണ്ട് എം എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ ഗിവ്സ് എം. ഇതിൻ്റെ അവിടെ റിലേഷൻ നോക്ക്. ഇ എം എൻ പ്ലസ് ബാർ എം ഈക്വൽ ടു ഇ സീറോ എം എൻ പ്ലസ് ബാർ എം മൈനസ് ആർ ടി ബൈ എൻ എഫ് നാച്ചുറൽ ലോഗരിതം ഓഫ് എം ബൈ എം എൻ പ്ലസ്. ഓക്കെ, ഹിയർ ഇ എം എൻ പ്ലസ് ബാർ എം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ്, ഇ സീറോ എം എൻ പ്ലസ് ബാർ എം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ്, ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ വാല്യൂ 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1, ടി ടെമ്പറേച്ചർ അവിടെ കൊടുക്കേണ്ടത് 298 കെൽവിൻ, എഫ് എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാണ്ട് ഇപ്പോഴും ഓർത്ത് നോക്കുക. ഫാരഡേസ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ വാല്യൂ ഓർത്ത് നോക്കുക 96500 കൂളോം. അടുത്തത് എം എന്ന് പറഞ്ഞാൽ എം അല്ല എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ് ഓർ ഗെയിൻ. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ എം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹിയർ ദിസ് ഇസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ. ദെൻ അതിൻ്റെ വാല്യൂ ടേക്കൺ ആസ് 1. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഈസ് ടേക്കൺ ആസ് 1. നെക്സ്റ്റ് മോളാർ എം എൻ പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റ് എം എൻ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പിൽ എഴുതിയ ഇക്വേഷൻ നോക്കുമ്പോൾ ഇ എം എൻ പ്ലസ് ബാർ എം ഈസ് ഈക്വൽ ടു ഇ സീറോ എം എൻ പ്ലസ് ബാർ എം മൈനസ് ആർ ടി ബൈ എൻ എഫ് നാച്ചുറൽ ലോഗരിതം ഓഫ് എം ബൈ എം എൻ പ്ലസ്. ഈ നാച്ചുറൽ ലോഗരിതം മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക, കോമൺ ലോഗരിതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. കോമൺ ലോഗരിതത്തെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ നോക്കിയാൽ അവിടെ ഇ എം എൻ പ്ലസ് ബാർ എം ഈക്വൽ ടു ഇ സീറോ എം എൻ പ്ലസ് ബാർ എം മൈനസ് 2.303 ആർ ടി ബൈ എൻ എഫ് ലോഗ് എം ബൈ എം എൻ പ്ലസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഇല്ലേ, ആറിൻ്റെ വാല്യൂ 8.314, ടീൻ്റെ വാല്യൂ 298 കെൽവിൻ, എഫിൻ്റെ വാല്യൂ 96500 കൂളോം. അതെല്ലാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ എം എൻ പ്ലസ് ബാർ എം ഈസ് ഈക്വൽ ടു ഇ സീറോ എം എൻ പ്ലസ് ബാർ എം മൈനസ് 0.059 ബൈ എൻ ലോഗ് എം ബൈ എം എൻ പ്ലസ്. ഇതാണ് നമ്മൾ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ നോൺസ്റ്റ് ഇക്വേഷൻ എഴുതിയത് ഒരു ഹാഫ് സെല്ലിൻ്റെ കേസിലാണ്. അപ്പോൾ ഗാൽവനിക് സെല്ലിൻ്റെ കേസിൽ എങ്ങനെ ഡെറൈവ് ചെയ്യും അത് നമുക്ക് നോക്കാം അടുത്തത്. നെക്സ്റ്റ്, expression for EMF of a galvanic cell. എക്സ്പ്രഷൻ ഫോർ EMF of a galvanic cell. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് ഒരു ഹാഫ് സെല്ലിൻ്റെ കേസാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗാൽവനിക് സെൽ എഴുതി. ഇപ്പോൾ ZN ബാർ ZN2 പ്ലസ് സാൾട്ട് ബ്രിഡ്ജ് CU2 പ്ലസ് ബാർ CU. ഇത് ഗാൽവനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇത് നിങ്ങൾക്കറിയാം, ഞാൻ പഠിപ്പിച്ചത് ലെഫ്റ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക, ആനോഡ്, അതിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ, ചാർജ് നെഗറ്റീവ് എന്ന് പഠിച്ചിട്ടുണ്ട്, ലോൺ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലെങ്ങനെ നോൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് ഈ ഹാഫ് സെൽ എടുക്കുക, ദെൻ സെക്കൻഡ് ഈ ഹാഫ് സെൽ എടുക്കുക. അപ്പം നോക്കിയോ, ഈ ZN2 പ്ലസ് ബാർ ZN ഈക്വൽ ടു ഇ സീറോ ZN2 പ്ലസ് ബാർ ZN മൈനസ് 0.059 ബൈ എൻ. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് തൽക്കാലം എൻ കൊടുക്കുക, എൻ 2 ആണ്. എൻ ലോഗ് ZN ബൈ മോളാർ കോൺസെൻട്രേഷൻ ZN ബൈ ZN2 പ്ലസ്. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ഇക്വേഷൻ അടുത്തതിൽ അപ്ലൈ ചെയ്യുക. ഇ CU2 പ്ലസ് ബാർ CU ഈക്വൽ ടു ഇ സീറോ CU2 പ്ലസ് ബാർ CU മൈനസ് 0.059 ബൈ എൻ. എൻ 2 തന്നെയാണ്, ഇവിടെ തൽക്കാലം എൻ കൊടുക്കുക, ലോഗ് CU ബൈ CU2 പ്ലസ്. ഇത് സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾക്കറിയുന്ന ഇക്വേഷൻ ഉണ്ട്, ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. ഓക്കെ, ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ ഇവിടെ ഇത് കാത്തോഡ്, ഇത് ആനോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെയ്യുമ്പോൾ ഇക്വേഷൻ 2 - 1 ചെയ്യുക. 2 - 1. ഇപ്പോൾ 2 - 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ CU2 പ്ലസ് ബാർ CU മൈനസ് ഈ ZN2 പ്ലസ് ബാർ ZN ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ട് എടുത്താൽ ഇ സീറോ CU2 പ്ലസ് ബാർ CU മൈനസ് 0.059 ബൈ എൻ ഇൻറ്റു ലോഗ് CU ബൈ CU2 പ്ലസ് മൈനസ് E0
Zn 2 plus bar Zn minus 0.059 by n log Zn by Zn 2 plus എന്ന് വരും. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വന്നത്. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡി സെൽ ഈസ് ഈക്വൽ ടു, ഇതിനടുത്ത് ഇത് മൈനസ് ഇത് എടുക്കുമ്പോൾ E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് ഇത് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? E0 എന്ത് കിട്ടും? E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 Zn2 പ്ലസ് ബാർ Zn എടുക്കുമ്പോൾ E0 സെൽ മൈനസ് 0.059 ബൈ എൻ ഇൻറ്റു ലോഗ് എന്ത് വരും? ലോഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുക Zn2 പ്ലസ് ഇൻറ്റു Cu ബൈ Cu2 പ്ലസ് ഇൻറ്റു Zn എന്ന് നമുക്ക് ഡെറൈവ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, 2 - 1 ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളാർ കോൺസെൻട്രേഷൻ Cu ധരിച്ചുകൊണ്ട് മോളാർ കോൺസെൻട്രേഷൻ Zn ധരിച്ചുകൊണ്ട് 1 ആണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സെൽ ഈക്വൽ ടു എങ്ങനെ വരും? E0 സെല്ല് മൈനസ് 0.059 ബൈ എൻ ലോഗ് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്നൊരു ഇക്വേഷൻ വരും. Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്നൊരു ഇക്വേഷൻ വരും. ഓക്കെ, അത് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്ന് വരും. അത് നമുക്ക് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഈ സെൽ ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.059 ബൈ എൻ ലോഗ് ഈ Zn2 പ്ലസ് എവിടെയുള്ള ആനോഡിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ബൈ എന്താ എഴുതാം? റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് എഴുതാം. റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ബൈ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ്. അല്ലെങ്കിൽ എന്ത് എഴുതാം? ലോഗ് ആനോഡ് ബൈ കാത്തോഡ് എന്ന ടൈപ്പിൽ എഴുതാം. ഇത് നമുക്ക് Zn2 പ്ലസ് ഉള്ളത് ആനോഡിൽ, Cu2 പ്ലസ് ഉള്ളത് കാത്തോഡിൽ. ഓക്കെ, ക്ലിയർ. ഇത് എക്സ്പ്രഷൻ ഫോർ EMF ഓഫ് എ ഗാൽവാനിക് സെൽ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഈ സെൽ ഈസ് ഇക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബൈ എന്നിൻ്റെ ലോഗ് ആനോഡിലുള്ള അയോൺ ബൈ കാത്തോഡിൽ. അതിൻ്റെ ആനോഡിലുള്ള അയോണിൻ്റെ കോൺസെൻട്രേഷൻ ബൈ കാത്തോഡിലുള്ള അയോണിൻ്റെ കോൺസെൻട്രേഷൻ. ആനോഡ് ബൈ കാത്തോഡ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ Zn2 പ്ലസ് ഉള്ളത് എവിടെ? ആനോഡിൽ. Cu2 പ്ലസ് എവിടെയുള്ളത്? കാത്തോഡിൽ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. ഇവിടെ Kc എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾ പഠിച്ചു. ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എടുക്കും. അതായത് ആ ഗാൽവാനിക് സെൽ എന്ന് പറയാം Zn ബാർ Zn2 പ്ലസ് സാൾട്ട് ബ്രിഡ്ജ് Cu2 പ്ലസ് ബാർ Cu. ഞാൻ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷനാണ് ഇപ്പം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് Cu. അതായത് Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് Cu. ഇനി നിങ്ങൾ ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന ഈ സെല്ലിൻ്റെ വാല്യൂ എഴുതുക യൂസിങ് നെർൺസ്റ്റ് ഇക്വേഷൻ. പി സെൽ ഈസ് ഇക്വൾ, ഹൗ കെൻ യു റൈറ്റ് ഈ സെൽ? പറഞ്ഞു, ഈ സെൽ ഈസ് ഇക്വൾ ടു E0 സെല്ല് മൈനസ് 0.059 ബൈ എൻ എന്നെ കൊടുക്കുക 2 ആണ് ഉണ്ട് ലോഗ് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. ഓക്കെ, Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. ഇത് നെർൺസ്റ്റ് ഇക്വേഷൻ ഈ കേസിൽ. ഇനി ഈ ഇക്വേഷൻ അതായത് Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് Cuൻ്റെ കേസിൽ ഞാൻ അറ്റ് ഇക്വിലിബ്രിയത്തിൽ ഞാൻ എഴുതുന്നു. അറ്റ് ഇക്വിലിബ്രിയം എന്നൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഇക്വിലിബ്രിയത്തിൽ നമുക്കൊരു കാര്യം അറിയാം, ഈ സെല്ലിൻ്റെ വാല്യൂ 0 ആണ് ഇക്വിലിബ്രിയത്തിൽ. അറ്റ് ഇക്വിലിബ്രിയം ഈ സെൽ ഈസ് ഈക്വൽ ടു 0. എങ്കിൽ അതേപോലെ ഈ ഇക്വേഷനിൽ നമ്മളിവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുക ഇങ്ങനെയാണ്. Zn2 പ്ലസ് ഇൻറ്റു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വിലിബ്രിയത്തിൽ ഇൻറ്റു Cu ബൈ Zn ഇൻറ്റു Cu2 പ്ലസ്. ഓക്കെ, Zn ഇൻറ്റു Cu2 പ്ലസ്. ഇനി നമുക്ക് അറിയുന്നൊരു കേസ് വി നോ ദാറ്റ് ഓർ വി ഹാവ് പറഞ്ഞു. എന്താ അറിയാം? മോളാർ കോൺസെൻട്രേഷൻ Cu ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ Zn ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു Zn2 പ്ലസ് ബൈ എന്താ എഴുതാം? Cu2 പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ ഇവിടെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെല്ലെ എന്ത് ചെയ്യുക? ഈ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ദെൻ അങ്ങനെയാണെങ്കിൽ 0 ഈക്വൽ ടു E0 സെല്ല്
മൈനസ് 0 ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.059/n ഇൻറ്റു ലോഗ് KC. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ ഇത് പ്ലസ് ആവും. മൈനസ് 0.059 ലോഗ് KC ഇങ്ങോട്ട് പ്ലസ് ആവില്ല. അപ്പോൾ ദാറ്റ് ഈസ് E0 സെൽ ഈക്വൽ ടു 0.059/n into log KC. Okay, this is the relationship between standard electrode potential of a cell and equilibrium constant. അപ്പോൾ E0 cell means standard electrode potential of a cell, KC means equilibrium constant. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഡെറൈവ് ചെയ്തത്. ഓക്കെ, ഏത് തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ഗാൽവാനിക് സെല്ലിൻ്റെ അതേ എക്സ്പ്രഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വരി ഇക്വിലിബ്രിയം എന്നൊരു കണ്ടീഷൻ കൊടുത്തു. അറ്റ് ഇക്വിലിബ്രിയം ഈ സെല്ലിൻ്റെ വാല്യൂ 0, പിന്നെ KCയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് ഇക്വേഷൻ കിട്ടി E0 സെൽ ഈസ് ഈക്വൽ ടു 0.059/n into log KC. Okay, clear. This is a relationship between standard electrode potential of a cell and equilibrium constant. Clear. നെക്സ്റ്റ് പാർട്ട് വരുന്നത് ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ്. റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് E0 സെൽ ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് ΔG0. ഇപ്പോൾ E0 സെല്ലും പഠിച്ചു. ഓക്കെ, അപ്പം വാട്ട് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് ഇതെന്തിനാ ഇക്വേഷൻ പറയുന്നത് പറഞ്ഞുതരാം. ഇവിടെ ഇക്വേഷൻ ΔG0 ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ഇതാണ് റിലേഷൻ. ΔG0 ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ഇപ്പോൾ E0 സെല്ല് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. എങ്ങനെ അറിയാം? E0 സെൽ ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ, E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇപ്പം ഞാനിവിടെ ഒരു ഇക്വേഷൻ തരുന്നു. E0 Cu2 പ്ലസ് ബാർ Cuൻ്റെ വാല്യൂ 0.34 വോൾട്ടാണ്. അതുപോലെ E0 Zn2 പ്ലസ് ബാർ Zn ഈക്വൽ ടു മൈനസ് 0.76 വോൾട്ടാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹിയർ E0 സെൽ ഈക്വൽ ടു E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. നമ്മൾ കാത്തോഡും ആനോഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന വഴി എന്ത്, ഈ രണ്ട് വാല്യൂസ് എടുക്കുക. ഈ വാല്യൂവിൽ കൂടിയ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതാണ്. അപ്പോൾ കൂടിയത് 0.34 മൈനസ് 0.76 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട്. ഇനി നിങ്ങൾ ഏത് ഇക്വേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, E0 സെൽ വാല്യൂ ഈസ് ഓൾവേസ് പോസിറ്റീവ്. E0 സെല്ലിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. E0 സെൽ വാല്യൂ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, പോസിറ്റീവ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് E0 സെല്ല് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ΔG0 ഈസ് ഓൾവേസ് നെഗറ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ΔG0 വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ദിസ് പ്രോസസ് ഈസ് എന്ത്, സ്പോണ്ടേനിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അപ്പം ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗാൽവനിക് സെൽ ഈസ് ഓൾവേസ് സ്പോണ്ടേനിയസ് ബിക്കോസ് E0 സെൽ വാല്യൂ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിലേഷൻ ΔG0 ഈസ് കൂടെ മൈനസ് NF E0 സെൽ, ΔG0 വാല്യൂ ഈസ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ΔG0 വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഓർ ഫ്രീ എനർജി ചേഞ്ച് ΔG നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ഓർ ഇവിടെ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് ഇലക്ട്രോ കെമിസ്ട്രിയിൽ, സ്പോണ്ടേനിയസിന് വേറെ പേര് ഫീസിബിൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ദ സെൽ റിയാക്ഷൻ ഈസ് ഫീസിബിൾ വെൻ ദ വാല്യൂ ഓഫ് ΔG0 ഈസ് നെഗറ്റീവ് ബിക്കോസ് E0 സെൽ വാല്യൂ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ക്ലിയർ? ഓക്കെ, ഇതാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ.